നമ്മൾ പറഞ്ഞു നിർത്തിയത് for all n greater than or equal to m xn element of wm. Wm is a subset of G. So for an open set G containing x, for all n greater than or equal to m xn element of Wm, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, സബ്സെറ്റ് ഓഫ് G. അപ്പോൾ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് G ഉണ്ടെങ്കിൽ സീക്വൻസിന്റെ m തുടങ്ങിയുള്ള എല്ലാ ടേംസും ജിയിലാണ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. സോ സീക്വൻസ് xn കൺവേർജസ് ടു x. സീക്വൻസ് xn കൺവേർജസ് ടു x എന്ന് നമുക്ക് കിട്ടി. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. then we find a sequence xn converges to x. കണ്ടിന്യൂസ് സെറ്റ് x അല്ല എന്ന് വിചാരിച്ച് സീക്വൻസ് xn converges to x എന്ന് പറയുമ്പം സീക്വൻസ് എഫ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജസ് ടു എക്സ് എന്ന് കിട്ടും. അത് നമ്മുടെ കോൺട്രഡിക്ഷൻ ആയിട്ട് വരികയും ചെയ്യും. സീക്വൻസ് എഫ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജസ് ടു എഫ് എക്സ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ് ഇനി. എക്സ് എൻ എവിടെ നിന്ന് എടുത്ത എലമെന്റ്സാ? ഡബ്ല്യു എൻ ഇന്റർസെക്ഷൻ എയിൽ നിന്ന് എടുത്താണ് എക്സ് എൻ. അപ്പൊ എക്സ് എൻ എവിടത്തെ ആയിരിക്കും? ഡബ്ല്യു എന്നിലെയാണ്, എയിലെയാണ്. എക്സ് എൻ ഡബ്ല്യു എന്നിലെയാണ് എന്ന് ഉപയോഗിച്ചാണ് നമ്മൾ തൊട്ട് മുമ്പിലത്തെ കൺക്ലൂഷൻ പറഞ്ഞത്. എക്സ് എൻ എലമെന്റ് ഓഫ് എ ഓൾസോ, നമ്മൾ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന എക്സ് എന്നുകൾ ഡബ്ല്യു എൻ ഇന്റർസെക്ഷൻ എയിലെ ആയതുകൊണ്ട് എക്സ് എൻ എലമെന്റ് ഓഫ് എയുമാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് എൻ എവിടെയായിരിക്കും? എഫ് ഓഫ് എക്സ് എന്നുകൾ എവിടത്തെ ആയിരിക്കും? ഈ പോയിന്റിന്റെ ഇമേജ്, അതിന്റെ ഇമേജ് സെറ്റിന്റെ കളക്ഷനിലായിരിക്കും. എഫ് ഓഫ് എക്സ് എൻ എലമെന്റ് ഓഫ് എഫ് ഓഫ് എ ആയിരിക്കും. എഫ് ഓഫ് എ ഹോൾ ക്ലോഷർ തമ്മിലുള്ള ബന്ധം ആരും പറഞ്ഞു തരണ്ട. എഫ് ഓഫ് എ എന്ന് പറയുന്നത് എഫ് ഓഫ് എ ഹോൾ ക്ലോഷറിലായിരിക്കും. അപ്പോൾ എക്സ് എന്നുകളെല്ലാം എയിലാണ്. ഫോർ ഓൾ എൻ എക്സ് എൻ എയിലാണ്. ഡബ്ല്യു എൻ ഇന്റർസെക്ഷൻ എയിൽ നിന്ന് എടുത്തതാണ്. എക്സ് എൻ എയിലാണ്. അപ്പൊ എഫ് ഓഫ് എക്സ് എന്നുകളെല്ലാം എഫ് ഓഫ് എ ഹോൾ ക്ലോഷറിലാണ്. ഫോർ ഓൾ എൻ എല്ലാ എഫ് ഓഫ് എക്സ് എന്നുകളും എഫ് ഓഫ് എ ഹോൾ ക്ലോഷറിലെ മെമ്പേഴ്സ് ആണ് എന്ന് നമുക്കറിയാം. നമ്മളിപ്പോൾ പരിഗണിക്കുന്നത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എമ്മിലെ എന്നുകളാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് എന്നുകൂടി മനസ്സിൽ വിചാരിച്ചോളൂ. ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം, നമ്മൾ ഈ റിസൾട്ടുകൾ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം എഫ് ഓഫ് എക്സ് എൻ എലമെന്റ് ഓഫ് എഫ് ഓഫ് എ ഹോൾ ക്ലോഷർ. സീക്വൻസ് എഫ് ഓഫ് എക്സിന്റെ എന്ത് കഴിഞ്ഞാലും മുഴുവനും ടേംസ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് എവിടെയാണ്? എഫ് ഓഫ് എ ഹോൾ ക്ലോഷറിലാണ്. എഫ് ഓഫ് എ ഹോൾ ക്ലോഷറിലാണ്. എഫ് ഓഫ് എക്സ് എവിടെയാണ്? എഫ് ഓഫ് എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എഫ് ഓഫ് എ ഹോൾ ക്ലോഷർ. കണ്ടിന്യൂറ്റി ഇല്ല എന്ന് പറഞ്ഞപ്പം കണ്ടിന്യൂറ്റിയുടെ ക്യാരക്ടറൈസേഷൻ ഉപയോഗിച്ച് എക്സ് എ ക്ലോഷറിലാവുകയും കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ എഫ് എ ഹോൾ ക്ലോഷറിലാണ്. കണ്ടിന്യൂറ്റി ഇല്ലാത്തതുകൊണ്ട് എഫ് എക്സ് എഫ് എ ഹോൾ ക്ലോഷറിൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വന്നു. അത് വെച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതിന് അങ്ങനെ പറഞ്ഞത് കൊണ്ട് സംഭവിക്കുന്നത് എന്താണ് എന്നറിയാനാണ് നമ്മൾ മുമ്പിലേക്ക് പോകുന്നത്. അപ്പൊ എഫ് ഓഫ് എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എഫ് ഓഫ് എ ഹോൾ ക്ലോഷർ എന്ന് നമ്മൾ നേരത്തെ കണ്ടിന്യൂറ്റി ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് എഫ് ഓഫ് ക്യാരക്ടറൈസേഷൻ ഉപയോഗിച്ച്. ഇതിവിടെ ഇല്ലെങ്കിൽ പിന്നെ അത് എവിടെയാണ്? അത് അതിന്റെ കോംപ്ലിമെന്റിലാണ്. എഫ് ഓഫ് എക്സ് എലമെന്റ് ഓഫ് കോംപ്ലിമെന്റ് ഏതാ? വൈ മൈനസ് എഫ് ഓഫ് എ ഹോൾ ക്ലോഷർ. വൈ മൈനസ് എഫ് ഓഫ് എ ഹോൾ ക്ലോഷർ. എഫ് ഓഫ് എ ഹോൾ ക്ലോഷർ ഈസ് എ ക്ലോസ്ഡ് സെറ്റ്. ക്ലോസ്ഡ് സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓപ്പൺ ആയിരിക്കും. അപ്പൊ എഫ് ഓഫ് എക്സ് ഒരു ഓപ്പൺ സെറ്റിലെ മെമ്പറാണ്. എഫ് ഓഫ് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റാണ് വൈ മൈനസ് എഫ് ഓഫ് എ ഹോൾ ക്ലോഷർ. പക്ഷെ സീക്വൻസിന്റെ ടേംസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസും എവിടെയാണ്? എഫ് എക്സ് എൻ എലമെന്റ് ഓഫ് എഫ് എ ഹോൾ ക്ലോഷർ. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഇതിൻ്റെ അകത്താണ്, പിന്നെ ഫൈനൈറ്റ് അതിന് വെളിയിലുള്ളൂ. അപ്പോൾ സീക്വൻസിന്റെ ടേംസ് മുഴുവനും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് എഫ് ഓഫ് എ ഹോൾ ക്ലോഷറിലാണ്. അതുകൊണ്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഈ ഓപ്പൺ സെറ്റിൽ വരികയില്ല. എഫ് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റില് സീക്വൻസ് എഫ് എക്സിന്റെ ടേംസ് ഫൈനൈറ്റ് എണ്ണം ഉള്ളൂ. അതിന്റെ അർത്ഥം എന്നാ? ഒത്തിരി എണ്ണം ഉണ്ടെങ്കിൽ അടുപ്പിച്ചുണ്ടെങ്കിൽ സീക്വൻസ് എഫ് എക്സ് എന്നിന് എഫ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സീക്വൻസ് എഫ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജ് ടു എഫ് ഓഫ് എക്സ് ആസ് only finite number of terms of sequence f of xn are
possible in open set y minus f of a whole closure. ഓപ്പൺ സെറ്റ് ആണല്ലോ, എഫ് എ ഹോൾ ക്ലോഷർ ക്ലോസ്ഡ് സെറ്റ് ആണ്, ക്ലോഷർ ആയതുകൊണ്ട് y മൈനസ് എഫ് എ ഹോൾ ക്ലോഷർ ഈസ് ആൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എഫ് ഓഫ് എക്സ്. ഒരു പോയിന്റിലേക്ക് ഒരു സീക്വൻസ് വരണമെങ്കിൽ ആ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ഓപ്പൺ സെറ്റിലും സീക്വൻസിന്റെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസും ഉണ്ടാവണം. അപ്പൊ എഫ് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് ആണ്. പേരുകളൊക്കെ ഇങ്ങനെയാണെന്നോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. y മൈനസ് എഫ് എ ക്ലോഷർ എഫ് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ആണ്. അപ്പോൾ ഒരു സീക്വൻസ് എഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യണമെങ്കിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഓപ്പൺ സെറ്റിലും ആ സീക്വൻസിന്റെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് ഉണ്ടാവണം. ആ സീക്വൻസിന്റെ ഫോർ ഓൾ ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് ഇവിടെയാണ്, എഫ് എ ഹോൾ ക്ലോഷറിലാണ്, അല്ലെങ്കിൽ ഇതിന്റെ കോംപ്ലിമെന്റിലാണ്. ഈ ഓപ്പൺ സെറ്റിന്റെ കോംപ്ലിമെന്റ് ആണല്ലോ ഈ കിടക്കുന്നത്. അപ്പൊ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസിന് ഇവിടെയാണ്. പിന്നെ ആർക്കാ? ഇവർക്ക് ഇനി ഈ സെറ്റിലെ പാർട്ടാകാൻ പറ്റത്തില്ല. ഇനി ഇവരല്ലാത്തത് സാധിച്ചാൽ എക്സ് ഫോർ ഓൾ ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ദേ ആർ ഹിയർ. അപ്പോൾ എം വരെയുള്ളത് എക്സ് ഓൺ എക്സ് ടു എക്സ്, എഫ് എക്സ് ഓൺ എഫ് എക്സ് ടു എക്സെട്ര. എഫ് എക്സ് എമ്മിന് സാധ്യതയുള്ളൂ, അത് ഉറപ്പില്ല. സാധിച്ചാൽ അവർക്ക് മാത്രമേ ഇതിൻ്റെ അകത്താകാൻ പറ്റുള്ളൂ, അത് ഫൈനൈറ്റേ ഉള്ളൂ. അപ്പോൾ ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യണമെങ്കിൽ സീക്വൻസിന്റെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റിൽ വേണം. ഇവിടെ അതിനൊരു സാധ്യത ഇല്ല. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് അപ്പുറത്താ, ഇതിന്റെ കോംപ്ലിമെന്റിൽ. സോ എഫ് ഓഫ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജ് ടു എഫ് ഓഫ് എക്സ്. പക്ഷേ എക്സ് എൻ കൺവേർജ് ടു എക്സ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എക്സ് എൻ എക്സിലേക്ക് കൺവേർജ് ചെയ്യുകയും എഫ് ഓഫ് എക്സ് എൻ എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. എഫ് ഓഫ് എക്സ് എൻ എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്തില്ല. അത് പക്ഷെ നമ്മുടെ അസംഷൻ ആയിരുന്നു. വെന്നെവർ എക്സ് എൻ കൺവേർജസ് ടു എക്സ്, അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ട്. എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആവുകയും എക്സ് എൻ എഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണ്. കൺക്ലൂഷന് കോൺട്രഡിക്ഷൻ കിട്ടി. ആൻഡ് ദാറ്റ് വാസ് ബിക്കോസ് ഓഫ് അവർ അസംഷൻ ഇഫ് എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ്. അപ്പോൾ എഫ് എക്സിൽ കണ്ടിന്യൂസ് ആയേ മതിയാവൂ എന്ന് നമുക്ക് പറയേണ്ടി വരും. അതാണ് തിയറത്തിന്റെ പ്രൂഫ്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യുക, നോട്ട്സ് എഴുതുക. നോട്ട്ബുക്കിൽ 1-2 മിസ്റ്റേക്സ് ഉണ്ട്, നിങ്ങൾ കണ്ടുപിടിക്കുക, കറക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ബോർഡിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത്. നോട്ട്ബുക്കിൽ ചെറിയ 1-2 മിസ്റ്റേക്ക്, കൺവേർജസ് എഴുതേണ്ടടുത്ത് അല്ലെ എലമെന്റ് നോട്ടാണ് എലമെന്റ് എഴുതേണ്ടടുത്ത് അങ്ങനെയൊക്കെ ഇത്തിരി മാറിപ്പോയ കാര്യമാണ്. നിങ്ങളത് കണ്ടുപിടിച്ച് കറക്റ്റ് ആക്കുക.